അപ്പോൾ ഇന്ന് ഇന്ത്യൻ 2 സീറോ ടോളറൻസ് കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സൗദിയിൽ വോക്സ് സിനിമ എന്ന് പടം ക്ലിപ്പ് ഇറങ്ങിയതേ ഉള്ളൂ. ഇതേപോലൊരു കൂറപ്പടം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ശങ്കർ എടുത്ത എല്ലാ പടത്തിൻ്റെയും വലിയൊരു ഫാനാണ് ഞാൻ. ഈ പടം എന്നെ വളരെ അധികമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്തൊരു പടമാണ്. ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്തൊക്കെ ആലോചിച്ചിട്ടാണെന്നറിയാം ഞാൻ കാണാൻ വന്നത്. ഇതിന്റെ പ്രൊഡ്യൂസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക സുഭാസ്കരനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഇതിന്റെ സിനിമാറ്റോഗ്രഫി രവി വർമ്മൻ, എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ശ്രീകുമാർ പ്രസാദ്, മ്യൂസിക് അനിരുദ്ധ് രവിചന്ദ്രൻ. ഒന്നാമത് എനിക്ക് അവന്റെ മ്യൂസിക് ഇഷ്ടമേ അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മോശം. പണ്ടത്തെ 1996 ഇന്ത്യൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മ്യൂസിക്കാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയൊരു സ്പിരിറ്റ്. 100-300 കോടി രൂപ വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞെന്ന് പറയാം. സ്ക്രീൻ പ്ലേ വളരെ മോശം, ഡയലോഗ് ഡെലിവറി വളരെ മോശം. ശങ്കർ സർ ഇത് എങ്ങനെ കൺസീവ് ചെയ്തെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബിക്കോസ് സ്ക്രിപ്റ്റ് ആള് തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. ജയറാം കമലഹാസന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കാളിദാസിന് ചെറിയൊരു റോള് കിട്ടി. ഈ നെപ്പോ കിഡ്സിനെ എന്തിനാണ് എടുത്തേക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കമലഹാസൻ 1996 എങ്ങനെയാണോ അതേ രൂപത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല നമ്മുടെ ഇന്ത്യൻ താത്തയ്ക്ക്. ആക്ടിംഗ് ഒന്നും വലുതായിട്ട് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അതിനകത്ത് ആക്ടിങ്ങേ ഇല്ല. സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ട് 4 പേരെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് സിദ്ധാർത്ഥാണ് മെയിൻ ക്യാരക്ടർ. സിദ്ധാർത്ഥിൻ്റെ ഫാമിലിയെ കാണിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരു അവിയൽ വരും ആക്കിയിട്ടുണ്ട് പടം. പല സ്റ്റേറ്റും പാൻ ഇന്ത്യക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ പോകുന്നു, പഞ്ചാബിൽ പോകുന്നു. പാൻ ഇന്ത്യക്ക് വേണ്ടി എടുത്ത പടമാണെന്ന് നമുക്കത് ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ടേലൻറ്റ് കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു എന്നാ ബോറായിട്ടാണ് കാണിച്ചേക്കുന്നത്, എനിക്കൊരു പിടി കിട്ടത്തില്ല. ശങ്കറിൻ്റെ എല്ലാ പടവും നമുക്കറിയാം ലാർജർ ദാൻ സിനിമയാണ്. അതിനിപ്പോൾ ഐ ആണെങ്കിലും അന്യനാണെങ്കിലും റോബോ ആണെങ്കിലും ഏതാണെങ്കിലും ആൾക്ക് വലിയ ക്യാൻവാസ് ആണ്, വലിയ ബഡ്ജറ്റും വലിയ സെറ്റപ്പും അതെല്ലാം ഈ പടത്തിനകത്താണ്. പക്ഷെ സ്റ്റോറിയിൽ ആ ഒരു ഗുമ്മില്ലായിരുന്നു. നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവം ഈ പടത്തിനകത്തില്ല. എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സീൻസും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതെൻ്റെ ഇൻഡിവിജ്വൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ കാണാം. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പടമായിട്ട് ഞാൻ ഇന്ത്യൻ 2 കാണുന്നു. ഇനി ഇന്ത്യൻ 3 ജീവിതത്തിൽ കാണാൻ പോകുന്നില്ല, ബിക്കോസ് തീർന്നു. അപ്പോൾ ഈ പടത്തിന് 2.5 കൊടുക്കുന്നു 5-ൽ. 2.5 കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സിനിമാറ്റോഗ്രഫിയും ആർട്ടും ഒക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ കണ്ടുകൊണ്ടിരിക്കാം, അതല്ലാതെ പടത്തിനകത്തൊന്നുമില്ല.